ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷനും ആർ.എസ്.എസ്. നേതാവുമായ സി സദാനന്ദൻ രാജ്യസഭയിലേക്ക്. സദാനന്ദൻ ഉൾപ്പെടെ 4 പേരെ രാഷ്ട്രപതി ദ്രൗപദി മുർമു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു. CPM-നെതിരെ അക്രമ രാഷ്ട്രീയം ദേശീയ തലത്തിൽ ചർച്ചയാക്കാനാണ് ബി.ജെ.പിയുടെ നീക്കം എന്നാണ് വിലയിരുത്തൽ. കണ്ണൂരിലെ പ്രമുഖ ആർ.എസ്.എസ്. നേതാവാണ് കൂത്തുപറമ്പ് ഉരുവച്ചാൽ സ്വദേശിയായ സി സദാനന്ദൻ. 1994 ജനുവരി 25 ആർ.എസ്.എസ്. CPM സംഘർഷത്തിൽ സദാനന്ദന്റെ 2 കാലുകളും നഷ്ടമായി. രാത്രി ബസ്സിറങ്ങി വീട്ടിലേക്ക് നടക്കുന്നതിനിടെയാണ് സദാനന്ദൻ CPM പ്രവർത്തകരുടെ ആക്രമണത്തിന് ഇരയായത്. 2016-ലും 2021-ലും കൂത്തുപറമ്പിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചു. സ്ഥാനാർത്ഥിയായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം പ്രചാരണത്തിനെത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സദാനന്ദൻ ബി.ജെ.പി. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തെത്തിയത്. തൊട്ടുപിന്നാലെയാണ് രാജ്യസഭാ പ്രവേശനവും. പാർട്ടി തന്ന അംഗീകാരമെന്നും കേരളത്തിന്റെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി ഇടപെടുമെന്നും സദാനന്ദൻ പറഞ്ഞു. പാർട്ടി ഒരു ചുമതല ഏൽപ്പിക്കുന്നു, അതൊരു അംഗീകാരമാണ്. കാരണം പാർട്ടി ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള സാമൂഹ്യ പരിവർത്തനത്തിന് പറ്റുന്ന ആളാണ് ഇദ്ദേഹം എന്ന് പാർട്ടി കരുതുന്നത് കൊണ്ടാണ് നമുക്കൊരു ചുമതല നൽകുന്നത്. അനീതിക്ക് മുന്നിൽ തലകുനിക്കാത്ത ധൈര്യത്തിന്റെ പ്രതിരൂപമാണ് സദാനന്ദനെന്ന് പ്രധാനമന്ത്രി ആശംസകൾ നേർന്ന് എക്സിൽ കുറിച്ചു. മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ സിംഗ്ല, അഭിഭാഷകൻ ഉജ്ജൽ നിഗം, ചരിത്രകാരിയും അധ്യാപകയുമായ മനീഷ ജെയിൻ എന്നിവരെയും രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തു.